ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ സന്തോഷത്തെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് സന്ധ്യാസമയം ഈ രാത്രികാലം ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. 16 തീയതി നവംബർ 2024. ആമേൻ. സ്തോത്രം. നാം പറയുന്ന വാക്കുകൾക്കും കണക്ക് കൊടുക്കണം. ദൈവസന്നിധി സ്വർഗത്തിൽ നാം എത്തിക്കഴിയുമ്പോൾ നാം പറയുന്ന വാക്കുകൾക്കും കണക്ക് കൊടുക്കണം എന്ന ദൈവത്തിൻ്റെ പ്രസ്താവന, ദൈവത്തിൻ്റെ നിയമം. ആമേൻ. ഇതൊക്കെ നാം മനസ്സിലാക്കി ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അതിനായി സ്തോത്രം. വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് പാടുവാൻ കഴിയുമെങ്കിൽ പാടുവാൻ ശ്രമിക്കണം, പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പാടുക പാടുക സോദരരെ നാം, പാടുക ക്രൂശിൻ സാക്ഷികളെ, പാടുക പാടുക സുവിശേഷത്തിൻ സവിശേഷതകൾ ക്രിസ്തുവിനായി, പാടുക പാടുക സുവിശേഷത്തിൻ സവിശേഷതകൾ ക്രിസ്തുവിനായി, പാടുക പാടുക സോദരരെ നാം, പാടുക ക്രൂശിൻ സാക്ഷികളെ. കാരുണ്യത്തിൻ കലവറയാകും കരുണാനിധിയാം കർത്തനവൻ, സ്വയം ബലിയായി വിലയ്ക്കു വാങ്ങിയ പുതുനിയമത്തിൻ വിശുദ്ധന്മാരെ, സ്വയം ബലിയായി വിലയ്ക്കു വാങ്ങിയ പുതുനിയമത്തിൻ വിശുദ്ധന്മാരെ, പാടുക പാടുക സോദരരെ നാം, പാടുക ക്രൂശിൻ സാക്ഷികളെ. കാൽവറി നാഥൻ കാൽവരി ക്രൂശിൽ കാൽകരമാണികളേറ്റതിനാൽ, കാൽവറി നാഥൻ കാൽവരി ക്രൂശിൽ കാൽകരമാണികളേറ്റതിനാൽ, പാപികളാകെ പവിത്രരാകാൻ തന്നിണം ചിന്തിയ പരമസുതനായി, പാപികളാകെ പവിത്രരാകാൻ തന്നിണം ചിന്തിയ പരമസുതനായി, പാടുക പാടുക സോദരരെ നാം, പാടുക ക്രൂശിൻ സാക്ഷികളെ, പാടുക പാടുക സുവിശേഷത്തിൻ സവിശേഷതകൾ ക്രിസ്തുവിനായി, പാടുക പാടുക സുവിശേഷത്തിൻ സവിശേഷതകൾ ക്രിസ്തുവിനായി, പാടുക പാടുക സോദരരെ നാം, പാടുക ക്രൂശിൻ സാക്ഷികളെ. ക്രിസ്തു നമുക്കായി ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും വിശുദ്ധിയുമായി, ക്രിസ്തു നമുക്കായി ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും വിശുദ്ധിയുമായി, വീണ്ടെടുപ്പുമായി തീർന്നതിനാൽ നാം ക്രിസ്തുവിൽ വസിക്കും വിശുദ്ധന്മാരായി, വീണ്ടെടുപ്പുമായി തീർന്നതിനാൽ നാം ക്രിസ്തുവിൽ വസിക്കും വിശുദ്ധന്മാരായി, പാടുക പാടുക സോദരരെ നാം, പാടുക ക്രൂശിൻ സാക്ഷികളെ, പാടുക പാടുക സോദരരെ നാം, പാടുക ക്രൂശിൻ സാക്ഷികളെ, പാടുക പാടുക സുവിശേഷത്തിൻ സവിശേഷതകൾ ക്രിസ്തുവിനായി, പാടുക പാടുക
സുവിശേഷത്തിൻ സവിശേഷതകൾ ക്രിസ്തുവിനായി പാടുക പാടുക സോദരരെ നാം പാടുക ക്രൂശിൻ സാക്ഷികളെ. അന്യരും പരദേശികളും നാമികെ നമുക്കൊരു ഭവനമൊരുക്കുന്നുയരെ. അന്യരും പരദേശികളും നാമികെ നമുക്കൊരു ഭവനമൊരുക്കുന്നുയരെ. തങ്കനിർമ്മിതമാ നിത്യഭവനത്തിൽ ചേർത്തിടും കാന്തൻ കാന്തയം നമ്മെ. തങ്കനിർമ്മിതമാ നിത്യഭവനത്തിൽ ചേർത്തിടും കാന്തൻ കാന്തയം നമ്മെ. പാടുക പാടുക സോദരരെ നാം പാടുക ക്രൂശിൻ സാക്ഷികളെ. പാടുക പാടുക സോദരരെ നാം പാടുക ക്രൂശിൻ സാക്ഷികളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രം. ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ടും ആമീൻ. ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഈ പ്രബന്ധം, ഈ സ്തോത്രം വിഷയം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഏവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഈ പാട്ടുകളിൽ തന്നെ വാസ്തവത്തിൽ ആമീൻ നാം പറയുന്ന വാക്കുകൾക്കും കണക്ക് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ, കാരുണ്യത്തിന്റെ കലവറയാകുന്ന കരുണാനിധിയായ കർത്താവ് സ്വയം ബലിയായി നമ്മെ വിലയ്ക്ക് വാങ്ങി പുതിയ നിയമത്തിന്റെ വിശുദ്ധന്മാരായി തീർത്തു. ഹല്ലേലൂയ. കാൽവരി നാഥൻ കാൽവരി ക്രൂശിൽ കാൽകരമാണികൾ ഏറ്റതുകൊണ്ട് പാപികളെല്ലാം പവിത്രരാകാൻ ആമേൻ ആ രക്തം നമുക്ക് വേണ്ടി ചിന്തി. ഹല്ലേലൂയ. ക്രിസ്തു നമുക്കായി ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും വിശുദ്ധിയുമായി വീണ്ടെടുപ്പുമായി തീർന്നതിനാൽ നാം ക്രിസ്തുവിൽ വസിക്കും വിശുദ്ധന്മാരായി. ദൈവത്തിന് സ്തോത്രം. അന്യരും പരദേശികളുമായിരുന്ന നാം ആമേൻ നമ്മെ നമുക്കൊരു ഭവനം ഒരുക്കുവാൻ ഉയരെ കർത്താവായ യേശു ക്രിസ്തു തങ്കനിർമ്മിതമായ ആ നിത്യഭവനത്തിൽ ചേർക്കുവാൻ ആ കാന്തൻ നമുക്ക് വേണ്ടി കടന്നു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഉള്ളിലിരിക്കുമ്പോൾ തന്നെ ആമേൻ നമ്മുടെ വാക്കുകൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആമേൻ അതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ന്യായാസനമുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന എല്ലാ വിലപ്പെട്ട സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. ദൈവദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹീതമായ ഒരു അവയവമാണ് നാക്ക്. നാക്കിൻ്റെ സഹായത്താലാണ് നാം രുചിഭേദങ്ങൾ മനസ്സിലാക്കുന്നത്. നാക്കിൻ്റെ സഹായത്തോടെ നാം ഭക്ഷണം കഴിക്കുന്നു. സംസാരിക്കുവാനും പ്രസംഗിക്കുവാനും പാടുവാനും കഴിയുന്നത് ആമേൻ നമുക്ക് നാക്കുള്ളത് കൊണ്ടാണ്. ആമേൻ. നമുക്ക് നമ്മുടെ നാവ് ഉപയോഗിച്ച് വളരെയധികം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ നാവ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ മലിനമാക്കുവാനും ജീവിതചക്രത്തെ നശിപ്പിക്കുവാനും കഴിയും. നമ്മുടെ നാവ് ഉപയോഗിച്ച് നരാഗ്നിയെ ജ്വലിപ്പിക്കുവാൻ കഴിയും. ബൈബിൾ പറയുന്ന ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തി ഉള്ള പുരുഷനാകുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ആമേൻ ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവിത ചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്കുകൾ നാം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. നാവ് കൊണ്ട് പാപം ആമേൻ ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്ന് ദുഷ്ടൻ
എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. സങ്കീർത്തനം 39:1-2 വാക്യങ്ങൾ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ ആമേൻ അതിൻ്റെ ഫലം അനുഭവിക്കും. ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യം 18:21 വാക്യം പറയുന്നു. ഹല്ലേലൂയ. യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരത്തെ അധരദ്വാരം കാക്കണമേ. സങ്കീർത്തനം 141:3 അത് നാം കാണുന്നു. മനുഷ്യന് അവൻ്റെ നാവ് ഉപയോഗിച്ച് ഭൂമിയിൽ അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും. മനുഷ്യനെ അവൻ്റെ നാവ് ഉപയോഗിച്ച് നിത്യതയിൽ പ്രതിഫലം വാരിക്കൂട്ടുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ തന്നെ മനുഷ്യനെ അവൻ്റെ നാവ് ഉപയോഗിച്ച് ഭൂമിയിൽ ദുഃഖപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനും കഴിയും. ജീവിതാന്ത്യത്തിൽ ആമേൻ നിത്യനരകത്തിൽ എത്തിച്ചേരുവാനും നാക്ക് സഹായിക്കും. ഹല്ലേലൂയ. ഇതിലെല്ലാം ഗൗരവമേറിയ മറ്റൊരു വസ്തുത, മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കുകൾക്ക് പോലും ന്യായവിധി നാളിൽ കണക്ക് ബോധിപ്പിക്കണമെന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് മത്തായിയുടെ സുവിശേഷം 12-36-37 വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൂതൻ പിന്നെയും സദസ്സിന്റെ മുമ്പിലേക്ക് വന്നു. ഭൂമിയിൽ വളരെ അധികം രോഗികൾക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം നൽകിയെന്ന് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ജോഷുവയെ മുമ്പോട്ട് വിളിക്കുന്നു. ആമീൻ. ജോഷുവ വളരെയധികം പ്രാർത്ഥിക്കുന്ന ആളും ഉപവസിക്കുന്ന ആളുമായിരുന്നു. ജോഷുവ ക്രിസ്തുവിന്റെ സന്നിധാനത്തിലേക്ക് ബഹുമാന പുരസ്സരം നടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ അമേരിക്കയിൽ നടത്തിയ ഒരു പ്രസംഗം ഇവിടെ പ്രദർശിപ്പിക്കുന്നു. ജോഷുവ തന്റെ പ്രസംഗത്തിൽ തന്റെ പ്രാർത്ഥനയാൽ സൗഖ്യമായ ക്യാൻസർ രോഗികളെ കുറിച്ചും കാഴ്ച ലഭിച്ച അന്ധന്മാരെ കുറിച്ചും നടന്ന മുടന്തന്മാരെ കുറിച്ചും വാചാലനായി പറയുന്നു. പ്രദർശനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ട് യേശു ക്രിസ്തു ജോഷുവയോട് ചോദിക്കുന്നു, വാസ്തവത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണോ ഇവർ സൗഖ്യമായത്? ജോഷുവ നിശബ്ദനാകുന്നു. പ്രദർശനം വീണ്ടും ആരംഭിക്കുന്നു. സ്ക്രീനിലേക്ക് നോക്കുവാൻ യേശു ക്രിസ്തു ജോഷുവയോട് ആജ്ഞാപിക്കുന്നു. ജോഷുവ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന രംഗമാണ് പ്രദർശിപ്പിക്കുന്നത്. ഏകദേശം 1000-ലധികം അംഗങ്ങൾ പ്രാർത്ഥനാ നിരതരായിരിക്കുന്നു. അവരിൽ പലരും ഉപവാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ചില സ്ത്രീകൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന രംഗം പ്രത്യേകമായി പ്രദർശിപ്പിക്കപ്പെട്ടു. ഇതെല്ലാം കണ്ടപ്പോൾ ജോഷുവയിൽ തന്നെ ഒരു കാര്യം ബോധ്യമായി. ക്യാൻസർ രോഗികൾ സൗഖ്യമായതും അന്ധർക്ക് കാഴ്ച ലഭിച്ചതും മുടന്തർ നടന്നതും തൻ്റെ സഭയിലെ 1000 വിശ്വാസികളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന മുഖാന്തരമാണ്. അവരിൽ ഒരുവൻ മാത്രമായിട്ടേ താൻ ഗണിക്കപ്പെടുന്നുള്ളൂ. എൻ്റെ പ്രാർത്ഥനയാൽ രോഗികൾ ആയി എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങളുടെ പ്രാർത്ഥനയാൽ കർത്താവ് രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയുന്നതായിരുന്നു നല്ലതെന്ന് തനിക്ക് തോന്നി. പ്രദർശനം സമാപിച്ചു. യേശു ക്രിസ്തു ജോഷുവയുടെ മുഖത്തേക്ക് നോക്കി. ജോഷുവ യേശു ക്രിസ്തുവിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ക്ഷമാപണം നടത്തി. പ്രതിഫലം ക്രിസ്തു ജോഷുവയ്ക്കും തൻ്റെ വിശ്വാസികൾക്കും തുല്യമായി വീതിച്ചു കൊടുത്തു. ആമേൻ. ദൂതൻ ആമേൻ ജോൺസന്റെ പേര് വിളിച്ചു. ജോൺസൺ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടന്നു ചെന്നു. താൻ ജർമ്മനിയിൽ നടത്തിയ ഒരു പ്രസംഗം പ്രദർശിപ്പിച്ചു. ജോൺസന്റെ ഭാര്യയും മക്കളും ഭൂമിയിലെ സഹപ്രവർത്തകരും തങ്ങളുടെ നേതാവിന്റെ ജർമ്മനിയിലെ പ്രസംഗം കേൾക്കുവാൻ ശ്രദ്ധയോടെ ആകാംക്ഷയോടും നിന്നു. കാരണം അവർ ഭൂമിയിലായിരുന്ന കാലത്ത് തങ്ങളുടെ നേതാവ് ജർമ്മനിയിൽ നിന്ന് വരുമ്പോൾ ജർമ്മനിയിൽ താൻ നടത്തിയ പ്രസംഗങ്ങളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും പറയുമായിരുന്നു. ഇപ്പോൾ തങ്ങളുടെ നേതാവിന്റെ പ്രസംഗം നേരിട്ട് കേൾക്കുവാൻ ഒരവസരം
ലഭിക്കുകയാണ്. ജർമ്മനിയിലേക്ക് ഫ്രാങ്ക്ഫർട്ടിൽ ജോൺസൺ എത്തുന്നു. അവിടെയുള്ള ഒരു ക്രിസ്തീയ ദേവാലയത്തിലേക്ക് പോകുന്നു. ഏകദേശം 2000-ഓളം ജർമ്മൻകാർ ആ ദേവാലയത്തിൽ കൂടിയിട്ടുണ്ട്. ജോൺസൺ പ്രസംഗിക്കുവാനായി പുൾപിറ്റിലേക്ക് പോകുന്നു. താൻ പ്രസംഗിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ള സഹോദരി, ആമേൻ, സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ ആമേൻ വന്ദനങ്ങൾ. ആമേൻ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഇന്ത്യയിലെ 1000 ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. എല്ലാ വർഷവും 300 സഭകൾ വീതം പുതുതായി ഉണ്ടാകുന്നു. 1000 സുവിശേഷ വേലക്കാർക്ക് പ്രതിമാസം 2000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 8000 പേരാണ് സ്നാനപ്പെട്ടത്. ഈ സന്ദർഭം ജോൺസന്റെ പ്രവർത്തകർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. തന്മൂലം ദൂതൻ പ്രദർശനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ജോൺസൺ തലകുനിച്ച് നിൽക്കുകയാണ്. ജോൺസന്റെ അന്നത്തെ പ്രസംഗം കേട്ട് ഇന്ത്യയുടെ വേലയ്ക്കായി ആമേൻ സഹായിച്ചവർ കതറിയാതെ പൊട്ടിച്ചിരിക്കുന്ന ജോൺസന്റെ പ്രവർത്തകരെ നോക്കി കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഭൂമിയിലെ ജോൺസന്റെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി മുമ്പോട്ട് വന്ന് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പ്രതിമാസം 2000 രൂപ തരുന്നുവെന്ന് ജോൺസൺ പറഞ്ഞിരുന്നുവെങ്കിൽ അത് ആകുമായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ പുതുതായി ആരും സ്നാനപ്പെട്ടിട്ടില്ല. ആണ്ടുതോറും നടത്താറുള്ള ജനറൽ കൺവെൻഷനിൽ 50ഓളം പേർ സ്നാനപ്പെടാറുണ്ട്. അത് ആമേൻ വിശ്വാസികളുടെ മക്കളുമാണ്. ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന കൂടി കഴിഞ്ഞപ്പോൾ ജോൺസന്റെ തല കുറെ കൂടി കുനിഞ്ഞു. ജർമ്മൻകാരായ സഹോദരന്മാർ ആമേൻ ജോൺസന്റെ ചുറ്റും കൂടി ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേൾക്കാമായിരുന്നു. തേജസ്സോ കിരീടങ്ങളോ ഇല്ലാതെ ലജ്ജിതനായി നിൽക്കുന്ന ഈ സഭാ നേതാവിന്റെ നിൽപ്പ് ശോചനീയം തന്നെയായിരുന്നു. ഇനി നിത്യത മുഴുവൻ ഈ നിലയിൽ തുടരണമല്ലോ എന്നോർത്തപ്പോൾ ജോൺസന് വലിയ വേദനയുണ്ടായി. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിസ്താര നാളിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ക്രിസ്തുവിന്റെ വചനം താൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും കണക്ക് ബോധിപ്പിക്കുന്ന പരിപാടി ഇത്ര ഭയാനകമായിരിക്കുമെന്ന് താൻ കരുതിയിരുന്നില്ല. ഹല്ലേലൂയ. മനുഷ്യർ പറയുന്ന വാക്കുകൾ കണക്ക് ബോധിപ്പിക്കുവാനുള്ള ന്യായവിധി ആരംഭിച്ചപ്പോൾ അതുവരെയും സന്തോഷിച്ചിരുന്ന ചിലരുടെ മുഖം മ്ലാനാമൃതമാകുന്നത് കാണാമായിരുന്നു. ഭൂമിയിൽ സൂത്രശാലികൾ ആയിരുന്നവരും തന്ത്രശാലികളായിരുന്നവരും പതുങ്ങുന്നവരും കണ്ടു. ആമേൻ. അതിശയോക്തി പറഞ്ഞവരും പൊങ്ങച്ച വീരന്മാരും പതുങ്ങുന്നത് കണ്ട് ഇന്ത്യയിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും പ്രതിവർഷം 600 സഭകൾ സ്ഥാപിക്കുന്നുവെന്നും 200 അനാഥശാലകൾ നടത്തുന്നുവെന്നും 5000 ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്നുമൊക്കെ വിദേശങ്ങളിൽ പ്രസംഗിച്ച് നടന്ന പലരും ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ തള്ളപ്പെട്ടപ്പോൾ തനിക്ക് ഇവിടെ എത്തിച്ചേരുവാൻ ഇടയായതിൽ ജോൺസന് സന്തോഷമുണ്ടെങ്കിലും ലജ്ജിതനും ഇളിപ്യനുമായിട്ടാണ് താൻ കാണപ്പെട്ടത്. ദൂതൻ അടുത്തതായി വിളിച്ചത് 2 പേരെ ഒരുമിച്ചാണ്, ജോണിയും രാജുവും. അവർ പതുങ്ങി നിന്നുവെങ്കിലും ദൂതൻ ശക്തമായി പറഞ്ഞപ്പോൾ മുമ്പോട്ട് വന്നു. അപ്പോൾ തന്നെ വിശുദ്ധ സംഘത്തിന് കാര്യം മനസ്സിലായി. അവരുടെ ഒരു സംഭാഷണം മാത്രം പ്രദർശിപ്പിക്കപ്പെട്ടു. ജോണിയും രാജുവും വിധവയായ ഒരു വയോധികയുടെ വീട്ടിൽ ചെല്ലുന്നു. ആ മാതാവ് അവരെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കസേരകളിൽ ഇരിക്കുവാൻ വിനീതമായി പറയുന്നു. ജോണിയും രാജുവും കസേരയിൽ ഇരിക്കുന്നു. ജോണി തന്റെ സ്നേഹിതൻ രാജുവിനോട് ഈ മാതാവിനെ കുറിച്ച് ചില വാക്കുകൾ പറയുന്നു. ജോണി: രാജു, എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ഒരു മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല. സാധുക്കളോട് വലിയ സ്നേഹമാണ് അമ്മച്ചിക്ക്. 1000 രൂപയാണ് അമ്മച്ചി സാധുക്കൾക്ക് വേണ്ടി കൊടുക്കുന്നത്. വീട്ടിൽ ആരെങ്കിലും വന്നാൽ അമ്മച്ചി രാജകീയമായിട്ടാണ് സ്വീകരിക്കുന്നത്.
നമ്മെ തന്നെ എത്ര സന്തോഷമായിട്ടാണ് വീട്ടിലേക്ക് സ്വാഗതം ചെയ്തത്. ആമീൻ. രാജു, ആമീൻ, ജോണി പറയുന്നത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭം വിധവയായ മാതാവ് അതിഥികളോട്, കുഞ്ഞുങ്ങളെ മനുഷ്യരെ പുകഴ്ത്തി പറയരുത്, ദൈവത്തെ പുകഴ്ത്തി പറയുക. നിങ്ങൾ അല്പസമയം ഇവിടെ ഇരുന്നാട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ. മാതാവ് അടുക്കളയിലേക്ക് പോകുന്നു. ഈ സന്ദർഭം ജോണി രാജുവിന്റെ തോളിൽ തട്ടിയിട്ട് ഇപ്രകാരം പറഞ്ഞു, എടോ കണ്ടോ, കിളവി ചായ എടുക്കാൻ പോകുന്നത്. ആമീൻ. ഇത്ര പിശുക്കിയായ ഒരു തള്ളയെ ഞാൻ കണ്ടിട്ടില്ല. അല്പം പൊക്കി പറഞ്ഞാൽ ചായയും പലഹാരവും പണവും ലഭിക്കും. അതുകൊണ്ട് കിളവി ചായയുമായി വരുമ്പോൾ നീയും ഒന്ന് പൊക്കി പറഞ്ഞേക്കണം. രാജു തലയാട്ടി സമ്മതിക്കുന്നു. ഈ സന്ദർഭം ആമീൻ വയോധികയായ മാതാവ് ചായയും പലഹാരങ്ങളുമായി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ജോണി വേഗം എഴുന്നേറ്റ് ആമീൻ, പ്രൈസ് ദി ലോർഡ്, ആമീൻ, ആ മാതാവിനെ സഹായിക്കുന്നു. എൻ്റെ അമ്മച്ചി, ഇപ്പോൾ ഞങ്ങൾക്ക് ചായയൊന്നും വേണ്ടായിരുന്നു, എങ്കിലും അതിഥി സൽക്കാരപ്രിയായ അമ്മച്ചി ഞങ്ങളെ സൽക്കരിക്കാതെ വിടുകയില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. വാസ്തവത്തിൽ അമ്മച്ചി അമ്മച്ചി തന്നെ. അമീൻ. രാജു കൂട്ടിച്ചേർത്തു. പ്രദർശനം സമാപിച്ചു. വിശുദ്ധ സംഘത്തിൽ നിന്ന് യേശു ക്രിസ്തു ആ വിധവയായ മാതാവിനെ ജോണിയുടെയും രാജുവിന്റെയും അടുക്കൽ കൊണ്ടുവന്നു. ഇവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതെല്ലാം കേട്ടുവോ എന്ന് യേശു ക്രിസ്തു ആ സ്ത്രീയോട് ചോദിച്ചു. ഇവർ പറഞ്ഞതെല്ലാം കേട്ടു എന്ന് പറഞ്ഞിട്ട് അവർ കുനിഞ്ഞു നിന്ന് ജോണിയുടെയും രാജുവിന്റെയും മുഖത്ത് നോക്കി. ഈ സന്ദർഭം സദസ്സിൽ നിന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു. ആ മാതാവും അവരെ കുനിഞ്ഞു നോക്കുന്ന രംഗം ദൂതന്മാരെ പോലും ചിരിപ്പിച്ചു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ മാതാവിന്റെ കാൽക്കൽ വീണ് അവർ ക്ഷമ ചോദിച്ചു. കോടാനുകോടി വിശുദ്ധന്മാരുടെ ഇടയിലേക്ക് അവർ വലിഞ്ഞു. അതേ, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായ ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഈ വചനം ശ്രദ്ധാപൂർവം കേട്ട എല്ലാവർക്കായും സ്തോത്രം. ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാം കേൾക്കുന്ന ദൈവവചനം അത് നമ്മുടെ ജീവിതത്തിൽ അധികം പ്രയോജനവും കരുതിക്കൊള്ളുവാൻ, അതിൻ പ്രകാരം നമ്മെ ക്രമപ്പെടുത്തുവാൻ, സ്തോത്രം, സൂക്ഷ്മതയോടെ ആയിരിക്കാൻ, ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ എന്ന് ആമേൻ ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. യേശുരാജൻ പരവേറ്റമായി എന്റെ പ്രത്യാശ നാട്ടിലെത്താറായി. യേശുരാജൻ പരവേറ്റമായി എന്റെ പ്രത്യാശ നാട്ടിലെത്താറായി. കാൽവരി ക്രൂശിന്റെ സാക്ഷികളെ നാം ലോകത്തിൽ കൊളുത്തിയ ദീപമല്ലേ, അന്ധകാരത്തിൽ നിന്നത്ഭുത പ്രഭയിലെ ആയിരങ്ങളെ നാം നയിക്കണം. അന്ധകാരത്തിൽ നിന്നത്ഭുത പ്രഭയിലെ ആയിരങ്ങളെ നാം നയിക്കണം. യേശുരാജൻ വരവേറ്റമായി എന്റെ പ്രത്യാശ നാട്ടിലെത്താറായി. യേശുരാജൻ വരവേറ്റമായി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, സ്തോത്രം.